ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ നോർത്തേൺ അയർലൻഡ് ട്രാവൽ വ്ലോഗിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. പക്ഷേ ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ഔട്ടിംഗ് ആണ്. സോ ഇന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ബാലറ്റോയ് ഹാർബറിലോട്ടാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ സ്പോട്ട് പലർക്കും ചിലപ്പോൾ മനസ്സിലായി കാണും. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് അതിൽ കുറച്ച് സീൻ ഇവിടെ ഈ ഒരു ഹാർബറിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാനാണ് നമ്മളിപ്പോൾ വന്നത്. ഇവിടെ ഏതൊക്കെ പ്ലേസിലാണ് എന്നുള്ളത് നമുക്ക് വഴി കണ്ടറിയാം. ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല. നമ്മൾ ആക്ച്വലി ഇവിടെ ഗെയിം ഓഫ് ത്രോൺസ് ഷൂട്ട് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് ഏത് സീനാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചപ്പോഴാണ് നമുക്ക് അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ സീനാണ് എന്ന് നമുക്ക് കാണാൻ പറ്റിയത്. ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. See this guys. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ആ സീനും ഇതാണ് നമുക്ക് ഈ പുറകിൽ കാണുന്നത്. പിന്നെ ബാക്കിയൊക്കെ കുറേയൊക്കെ VFXൻ്റെ ഇതൊക്കെ ആയിരിക്കും. സോ ഈ ബാലറ്റോയ് ഹാർബർ ഇത്രയും ഫേമസ് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഗെയിം ഓഫ് ത്രോൺസ് ഇവിടെ ഷൂട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സോ അതാണ് മെയിനായിട്ട് ടൂറിസ്റ്റിനെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. സോ നമുക്കിങ്ങനെ ചുമ്മാ കാണുമ്പോൾ അത് ഇവിടെയാണോ ഷൂട്ട് ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അവരിവിടെ ഒരുപാട് മാറ്റങ്ങൾ സെറ്റൊക്കെ ഇട്ട് പിന്നെ ഒരുപാട് VFXൻ്റെ എഫക്റ്റോടൊക്കെ കൂടെ ആയിരിക്കണം ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു കോട്ടേജസ് ഉണ്ടായിരുന്നു. എനിക്കറിയാൻ പാടില്ല അത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആണോ എന്നുള്ളത്. പിന്നെ അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ അടുത്ത് വരെ പോയി. സോ ഇതിൽ കയറി നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റും. പക്ഷേ അവിടെ അതിനുള്ളിൽ കുറേ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ വിചാരിച്ചു ഈ വെള്ളം കുറേ നാളായിട്ട് കെട്ടിക്കിടക്കണായിരിക്കും, സോ അതിൽ ചവിട്ടണ്ട എന്നോർത്ത് നമ്മൾ പോയില്ല, അതിൻ്റെ ഉള്ളിൽ പോയില്ല. നമ്മൾ പുറത്ത് നിന്ന് ബാക്കി കാഴ്ചകളൊക്കെ കണ്ടു. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. സോ അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് തിരിച്ചു. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. സോ അതിൻ്റെ പേര് ദ ജൈൻറ്റ് കോസ്വേ എന്നാണ്. സോ നമ്മളവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്തു, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണുള്ളത്, എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. സോ നല്ല കാറ്റും മഴയുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. നമ്മൾ ഇത് ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 6 കാണിച്ചു, പക്ഷേ ഇറ്റ് ഫീൽസ് ലൈക്ക് -3. നല്ല തണുപ്പ്. എനിക്ക് തോന്നുന്നു കാറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ബേസിക്കലി ഒരു കൺട്രി സൈഡാണ്. നല്ല പച്ചപ്പും ഹരിതാപയും അടിപൊളിയായിട്ടുണ്ട് കാണാൻ ഇവിടുന്ന്. ഇതൊന്നും അല്ല നമ്മുടെ വ്യൂ. നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം. ഇവിടേക്ക് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ വേലി കെട്ടി വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഇലക്ട്രിക് വേലിയാണെന്നാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇരിക്കാനൊക്കെ പറ്റിയ സീറ്റൊക്കെ ഉണ്ട്. അടിപൊളിയായിരിക്കും ഇരിക്കാനൊക്കെ, നല്ല വ്യൂ ഒക്കെ ആയിട്ട്. അടിപൊളിയാണ് കാണാനൊക്കെ. ഇനി ഈ ജൈൻസ് കോസ്വേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് UK വൺ ഓഫ് ദി ജിയോളജിക്കൽ വണ്ടറായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. സോ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് ലാവ വന്ന് വീണിട്ട് ഇവിടെ ഈ കടൽ തീരത്ത് ഒരുപാട് ഹെക്സഗണൽ ഷേപ്പുള്ള നാച്ചുറലായിട്ടുള്ള ഇൻ്റർലോക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ദ വ്യൂ ഈസ് ജസ്റ്റ് അമേസിങ്. ഇത് നമുക്ക് നടന്നു പോകാനാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്. നമുക്ക് ഇവിടെ താഴെ നമുക്ക് ബസ്സുണ്ട്. നമ്മൾ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ നമ്മൾ അവിടെ ഈ താഴത്തെ പോർഷനിലോട്ട് ബസ്സിൽ നമുക്ക് പോകാൻ പറ്റും. അതിനാണെങ്കിൽ നമ്മൾ അവിടെ 15 pounds കൊടുക്കണം. ഇനി മറിച്ച് നടക്കാനാണെങ്കിൽ നമ്മളൊന്നും കൊടുക്കണം. നമ്മൾ നമ്മുടെ പാർക്കിംഗ് ഫീ മാത്രം കൊടുത്താൽ മതി.
ഗൈസ് എനിക്ക് അവിടെ റെയിൻബോ കാണാൻ പറ്റുന്നുണ്ടോ? റെയിൻബോ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ സൈഡ്? സോ ദിസ് ഇസ് വ്യൂ ഗൈസ്. പോയി നോക്കാം അവിടെ എന്തിലെത്താണെന്നുള്ളത്. ഇവിടെ ഇങ്ങനെ വേലി കെട്ടി വെച്ചിരിക്കുന്നത് ഇവർ ഇവിടെ ചെമ്പരി ആടിനെ മേയാൻ വേണ്ടി വിടും. അപ്പോൾ അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേലിയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നടന്നതല്ല, ഞാൻ ഓടിയതാണ്. ഒന്നാമത്തെ കാര്യം നല്ല തണുപ്പ്, പിന്നെ മഴ പെയ്ത്, പിന്നെ ഞാൻ ഓടി. സോ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് താഴെ ആണ് ഇതിൻ്റെ സംഭവം. അങ്ങനെ ഗൈസ്, ഞാൻ മലയുടെ മണ്ടയിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വന്നു. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ബസ് പോകുന്ന ഒരു റോഡ് കാണിച്ചു തന്നില്ലേ? സോ ആ റോഡ് വഴിയാണ് ഇപ്പം ഞാൻ താഴത്തോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതുവഴി കുറച്ച് നടക്കാനുണ്ട്. സോ അതുകൊണ്ടാണ് എല്ലാവരും ബസ് എടുത്ത് പോകുന്നത്. ഇതിൻ്റെ എൻഡിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹെക്സഗണൽ ഷേപ്പുള്ള ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഈ റോഡ് ഇച്ചിരി നടക്കാനുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ കടലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ മലനിരകളും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഭംഗി എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അടിപൊളിയാണ് കാണാൻ വേണ്ടി, നല്ല രസമുണ്ട്. പക്ഷേ നമ്മൾ വന്ന സമയം ഇച്ചിരി മാറി, ഭയങ്കര കാറ്റും മഴയായിപ്പോയി. നമ്മൾ സമ്മറിൽ വന്നിരുന്നെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഈ ഒരു തണുപ്പ് കാരണം നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും നടക്കാനും ഒന്നും പറ്റുന്നില്ല. പിന്നെ ഓരോ സ്ഥലത്തിനും ഓരോരോ സീസണിൽ അതിൻ്റെതായ ഭംഗിയുണ്ടല്ലോ. നമുക്കിനി പറ്റുവാണെങ്കിൽ നമുക്കിനി സമ്മറിലും കൂടെ വിസിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു ജൈൻറ്റ് കോസ്വേയുടെ മെയിൻ സ്ഥലത്തോട്ട് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻ്റർലോക്സ്, നാച്ചുറലായിട്ടുള്ള ഇൻ്റർലോക്സ് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. സോ ഒരുപാട് പല പല ഷേപ്പുകളിലുണ്ട്, ഹെക്സഗണൽ, പെൻറ്റഗണൽ, അങ്ങനെ ഒരുപാട് ഷേപ്പിലുണ്ട്. സോ നോക്കിക്കേ നിങ്ങൾ, അടുക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ മാൻമെയ്ഡായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഓരോ ഇൻ്റർലോക്കും അവിടെ ഇട്ടിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഈ വോൾക്കാനോ ഇറപ്ഷൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ് ഇവയൊക്കെ. സോ നമ്മൾ ശരിക്കും, എൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ മതിൽ പോലെ അത്രയും ഉയരത്തിലും ഈ ഒരു ഇൻ്റർലോക്സ് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇതാരോ ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്ന്, പക്ഷേ അല്ല, ഇത് നാച്ചുറലായിട്ട് ഉണ്ടായിട്ടുള്ള സംഭവമാണ്. എന്തായാലും ഈ പ്രകൃതിയുടെ ഓരോരോ കലാവിരുതുകൾ. ഇത് കണ്ടോ നിങ്ങൾ, ടെലിഫോൺ വെച്ചിരിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ടല്ലേ? സോ ഇൻ കേസ് ഓഫ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. സോ പിന്നെ എൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടോ, രണ്ട് കവാടം പോലെ
ആ ഒരു സ്റ്റോൺ കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഇത് കണ്ടോ നിങ്ങൾ, വളരെ വൃത്തിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് കണക്കുണ്ടല്ലേ. നല്ല ഉയരം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജൈൻസ് കോസ്വേയുടെ വിശേഷങ്ങൾ. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നോർത്തേൺ അയർലൻഡിലെ ബാക്കി കാഴ്ചകൾ വഴിയേ വരുന്നുണ്ട്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോട്ടുകൾ നമ്മൾ വിസിറ്റ് ചെയ്തത് അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.